എല്ലാവർക്കും ബ്ലെസ്സിങ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ആഴ്ചയിൽ അതിശക്തമായിട്ടുള്ള സന്ദേശങ്ങളാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. തുറന്ന സ്വർഗത്തെക്കുറിച്ച്, ഓപ്പൺ ഹെവനെ കുറിച്ചുള്ള വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നുകൊണ്ട് ബ്രദർ ഡാമിയൻ നമ്മളെ പഠിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ ആഴ്ചയിലെ സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത ചില ആത്മീക മണ്ഡലങ്ങൾ തുറക്കപ്പെടുന്ന തലത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കാനായിട്ട് പോവുകയാണ്. എത്ര പേർ ചേർന്ന് ഹല്ലേലൂയ പറയും? ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഒരു കോ സ്പോൺസറാണ് നമുക്കുള്ളത്. ഗോവയിൽ നിന്ന് ഡാനിഷ് ആണ്. താങ്ക് യു. 2025 മാർച്ചിൽ നടക്കുന്ന 10th എക്സാമിൽ ഫുൾ A+ ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവേ. അടുത്ത തിരുവനന്തപുരത്തു നിന്നൊരു വെൽവിഷറാണ്. താങ്ക് യു. മകളുടെ വിവാഹം നടക്കുവാൻ, ഭവനത്തിലേക്കുള്ള വഴി ശരിയാകുവാൻ, ഭവനത്തിൻ്റെ പണി പൂർത്തിയാകുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു സന്ദേശം കേൾക്കാൻ പോകുന്നത് ഗോ വേർ ദ സ്പിരിറ്റ് ഗോസ്, ആത്മാവ് പോകുന്നിടത്തേക്ക് നിങ്ങളും പോകുക എന്ന് പറയുന്ന അതിശക്തമായ ഒരു സന്ദേശമാണ്. ആ സന്ദേശത്തിലേക്ക് കടക്കുന്നതിന് മുന്നമേ 2 പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ വരുന്ന ദിവസങ്ങളിൽ നടക്കാൻ പോകുകയാണ്. ഒക്ടോബർ 11 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ യൂത്ത്സിൻ്റെ ഒരു യൂത്ത് കോൺഫറൻസ് നടക്കുകയാണ്, ക്യാമ്പ് നടക്കുകയാണ്. 13 വയസ്സ് മുതൽ പ്രായമുള്ള വിവാഹം കഴിയാത്ത എല്ലാവർക്കും അതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. സത്യത്തിൽ ടീൻസും യൂത്ത്സും ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് ആ സ്പെഷ്യൽ ക്യാമ്പിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് അത് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ദയവായി രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ ക്യാമ്പിന് വേണ്ടി തയ്യാറാക്കി അയക്കുവാനായിട്ട് സ്നേഹപുരസരം ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ എല്ലാ സ്ത്രീകൾക്കുമുള്ള ഒരു സന്തോഷ വാർത്ത, 21 വയസ്സ് മുതൽ മുകളിലേക്ക് പ്രായമുള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ട് ഗ്ലോ എന്ന പേരിൽ നടക്കുന്ന ഒരു വിമൻസ് കോൺഫറൻസ് നവംബർ 8, 9 തീയതികളിൽ നടക്കുകയാണ്. അതിൻ്റെയും രജിസ്ട്രേഷൻ ലിങ്ക് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് കുട്ടികളെല്ലാവരും അതിൽ രജിസ്റ്റർ ചെയ്യുക. സ്ത്രീകളായിട്ടുള്ളവരൊക്കെ തന്നെ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുക. വളരെ ഒരു അനുഗ്രഹിക്കത്തിൻ്റെ മീറ്റിംഗ് ആണ് നടക്കാൻ പോകുന്നത്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. പുതിയൊരാഴ്ചയിലേക്ക്, പുതിയ ഒരു സീസണിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഓഗസ്റ്റ് മാസം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പരിശുദ്ധാത്മാവ് ഈ മാസത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പ്രധാനമായി എനിക്ക് മനസ്സിലായത്, the Holy Spirit says the month of August here onwards it's a season of open heaven. തുറന്ന സ്വർഗത്തിൻ്റെ ഒരു സീസണിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോവുകയാണ്. സോ ബ്ലെസ്സിങ് ടുഡേ കുടുംബങ്ങളുടെ മേൽ, സഭകളുടെ മേൽ, ആയിരിക്കുന്ന ദേശങ്ങളുടെ മേൽ ഒരു തുറന്ന സ്വർഗത്തിൻ്റെ അനുഭവം കർത്താവ് നമുക്ക് കൃപയാൽ തൻ്റെ വാഗ്ദത്ത പ്രകാരം തന്നിരിക്കുകയാണ്. കഴിഞ്ഞൊരു ദിവസം എനിക്കൊന്നൊരു ഫ്രൈഡേ സർവീസിലൊക്കെ അതിനെക്കുറിച്ച് ചെറുതായിട്ട് ഞാൻ സംസാരിച്ചു. തുടർന്നുള്ള ചില ദിവസങ്ങൾ ഈ മോർണിംഗ് ഗ്ലോറിയിലൂടെ തുറന്ന സ്വർഗത്തെക്കുറിച്ച്, തുറന്ന സ്വർഗത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് ഒക്കെ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദിസ് ഈസ് എ വാസ്റ്റ് സബ്ജക്റ്റ്. വളരെ വലിയൊരു പുസ്തകം എഴുതാവുന്ന അത്രയും സ്റ്റഫ് എൻ്റെ കയ്യിലുണ്ട്. എത്രത്തോളം ഡെലിവർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഡെലിവർ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ആർ യു റെഡി? കർത്താവ് നമ്മോട് പറഞ്ഞ ഒരു നിർദ്ദേശം ഇതാണ്. ബ്ലെസ്സിങ് ടുഡേ കുടുംബത്തോട് പറഞ്ഞ, നമ്മോട് പറഞ്ഞ ഒരു ഇൻസ്ട്രക്ഷൻ ഇതാണ്. പ്രൊഫറ്റിക് സ്പിരിറ്റിനെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന പ്രവചന ദൂതുകളെ, ഇൻസ്ട്രക്ഷൻസിനെ, ഗൈഡ് ലൈൻസിനെ ഫോളോ ചെയ്ത് വേണം നമ്മൾ സ്റ്റെപ്പുകൾ എടുക്കാൻ. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവാത്മാവ് നടത്തുന്നവരേവരും അവൻ്റെ മക്കളാകുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ദൈവമക്കൾ ദൈവാത്മാവിനാൽ നടത്തപ്പെടണം. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത് പലപ്പോഴും പ്രവചന ദൂതുകളിലൂടെയും വാഗ്ദത്തങ്ങളിലൂടെയും അതത് സമയത്ത് കർത്താവ് നൽകുന്ന ചില ഇൻസ്ട്രക്ഷൻസിലൂടെയുമാണ്. ഉദാഹരണത്തിന് പൗലോസിനോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആസിയിൽ വചനം പ്രസംഗിക്കരുത്. ഭൂമിയിൽ എല്ലായിടത്തും സുവിശേഷം പ്രസംഗിക്കാനാണ് അതിമഹത്തായ ഗ്രേറ്റ് കമ്മീഷൻ പറയുന്നത്. എന്നാൽ
ഏഷ്യയിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ, അന്നത്തെ ഏഷ്യയാണ്, ആ ഭാഗങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്, അന്നത്തെ ഏഷ്യ മൈനർ. അവിടെ പോകരുതെന്ന് പറഞ്ഞു. പകരം വേറൊരു സ്ഥലത്തേക്ക്, മാസിഡോണിയയിലേക്ക് കർത്താവ് അദ്ദേഹത്തെ അയക്കുന്നു. മേ ബി ബിക്കോസ് ദാറ്റ് ടൈം ദോസ് റീജിയൻസ് വെർ നോട്ട് റൈപ്പ് ഇനഫ്. സുവിശേഷം സ്വീകരിക്കാവുന്ന ശരിയായ ഒരു അവസ്ഥയിൽ അവർ വന്നിട്ടില്ലായിരിക്കാം. എന്തായാലും ദൈവാത്മാവിൻ്റെ നിയോഗങ്ങൾ അനുസരിച്ചാണ് നമ്മൾ മുന്നിലേക്ക് പോകേണ്ടത്. യെഹെസ്കേലിൻ്റെ പ്രവചന പുസ്തകത്തിൽ വളരെ വിചിത്രമായ ഒരു ദർശനം അദ്ദേഹം കാണുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ യെഹെസ്കേൽ പഴയ നിയമത്തിലെ പല പുസ്തകങ്ങളും വിശ്വാസികൾക്ക് അത്ര പരിചയമില്ല. പ്രത്യേകിച്ച് പ്രവചന പുസ്തകങ്ങൾ വായിച്ചാലും ഒന്നും മനസ്സിലാവില്ല. കുറേയധികം ദർശനങ്ങളും അതിൽ ജീവികളും അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് പല വിശ്വാസികൾ. എങ്കിലും മനസ്സ് വെച്ചാൽ അത് കുറേയെങ്കിലുമൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഞാൻ അതിലേക്കല്ല പോകുന്നത്. ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി, യെഹെസ്കേൽ 1-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്നൊരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. അതിൻ്റെ ചുറ്റൊരു പ്രകാശവും അതിൻ്റെ നടുവിൽ നിന്ന്, തീയുടെ നടുവിൽ നിന്ന് തന്നെ ശുക്ലസ്വർണം പോലെ ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. അതിൻ്റെ നടുവിൽ 4 ജീവികളുടെ സാദൃശ്യം കണ്ടു. അവയുടെ രൂപമോ അവയ്ക്ക് മനുഷ്യ സാദൃശ്യം ഉണ്ടായിരുന്നു. ഓരോന്നിനും 4 മുഖവും 4 ചിറകും ഉണ്ടായിരുന്നു. അവയുടെ കാൽ ചുവള്ളതും കാലടി കാളക്കിടാവിൻ്റെ കുളമ്പ് പോലെയുമായിരുന്നു. മിനുക്കിയ താമ്രം പോലെ അവ മിന്നിക്കൊണ്ടിരുന്നു. അവയ്ക്ക് 4 ഭാഗത്തും ചിറകിൻ്റെ കീഴായി മനുഷ്യക്കൈ ഉണ്ടായിരുന്നു. 4നും മുഖങ്ങളും ചിറകുകളും ഇങ്ങനെയായിരുന്നു. അവിടെ ചിറകുകൾ ഒന്നോടൊന്ന് തൊട്ടിരുന്നു. പോകുമ്പോൾ അവ തിരിയാതെ ഓരോന്നും നേരെ മുമ്പോട്ട് പോകും. അവയുടെ മുഖരൂപമോ അവയ്ക്ക് മനുഷ്യമുഖമുണ്ടായിരുന്നു. 4നും വലതുഭാഗത്ത് സിംഹമുഖവും ഇടതുഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. 4നും കഴുകുമുഖവും ഉണ്ടായിരുന്നു. ഇതൊക്കെ പറയുമ്പോൾ വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 4-5 അധ്യായങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത് അവിടെയും സ്വർഗത്തിൽ 4 ജീവികൾ ഇതുപോലെ 4 മുഖങ്ങൾ ഉള്ളതായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ഒരു ബന്ധം തമ്മിൽ ഒരു പക്ഷേ കാണാൻ സാധിക്കും. സ്വർഗത്തിലുള്ള പ്രധാന 4 ക്രീച്ചേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ മുഖം വേറെ, മനുഷ്യൻ്റെ കൈ, ചിറകുണ്ട്, പിന്നെ കാല് കാളയുടെ കാല് പോലെ, ഇതൊക്കെയാണ്. വളരെ വിചിത്രമായിട്ടാണ് ഈ ദർശനത്തിൽ ഈ ജീവികൾ പ്രത്യക്ഷപ്പെടുന്നത്. ഇങ്ങനെയായിരുന്നു അവിടെ മുഖങ്ങൾ. അവിടെ ചിറകുകൾ മേൽഭാഗം വിടർന്നിരുന്നു. ഈ രണ്ട് ചിറക് തമ്മിൽ തൊട്ടു. ഈ 2 ചിറക് കൊണ്ട് ശരീരം മറച്ചു ഇരുന്നു. അവ ഓരോന്നും നേരെ മുമ്പോട്ട് പോകും. പോകുമ്പോൾ അവ തിരിയാതെ ആത്മാവിന് പോകേണ്ട ഇടത്തേക്ക് തന്നെ പോകും. ഇതാണ് എനിക്കൊന്ന് എംഫസൈസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. അവ ഓരോന്നും എങ്ങനെ പോകും? നേരെ മുമ്പോട്ട് പോകും. പോകുമ്പോൾ അവ തിരിയാതെ, കേൾക്കുന്നുണ്ട്, ആത്മാവിന് പോകേണ്ടിയ ഇടത്തേക്ക് തന്നെ പോകും. പോകുമ്പോൾ അവ തിരിയാതെ, സൈഡിലേക്ക് തിരിയുന്നില്ല, ഇപ്പുറത്തേക്ക് തിരിയുന്നില്ല, പുറകിലേക്ക് തിരിയുന്നില്ല, ആത്മാവിന് പോകേണ്ടിയ ഇടത്തേക്ക് തന്നെ പോകും. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ആത്മാവ് നടത്തുന്നവരേവരും ദൈവമക്കളാകും. ഇവിടെ പറയുന്നത് ഈ ജീവികൾ ആത്മാവിന് പോകേണ്ടിയ ഇടത്തേക്ക് തന്നെ പോകും. ജീവികളുടെ നടുവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കനൽ പോലെയും പന്തങ്ങൾ പോലെയും ഒരു കാഴ്ചയുണ്ടായിരുന്നു. അത് ജീവികളിടയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ആ തീ തേജസ്സുള്ളതായിരുന്നു. തീയിൽ നിന്ന് മിന്നൽ പുറപ്പെട്ടുകൊണ്ടിരുന്നു. ജീവികൾ മിന്നൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു. വളരെ ബ്രിസ്കായി ഈ ജീവികൾ തിരക്ക് പിടിച്ച് സഞ്ചരിക്കുകയാണ്. ഞാൻ ജീവികളെ നോക്കിയപ്പോൾ നിലത്ത് ജീവികളരികെ 4 മുഖത്തിനും നേരെ ഓരോ ചക്രം കണ്ടു. എല്ലാവരും എന്ന് പറഞ്ഞ ചക്രം. നേരത്തെ നമ്മൾ കണ്ടു, ഈ ജീവികളുടെ പ്രത്യേകത തിരിയില്ല. ആത്മാവിന് പോകേണ്ടിടത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. ആത്മാവിന് പോകേണ്ടിടത്തേക്ക് തന്നെ പോകും. ഇങ്ങോട്ടും അങ്ങോട്ടും ഒന്നും തിരിയുന്നില്ല. ഇവിടെ പറയുന്നു, ഈ 4 ജീവികൾക്കും 4 മുഖത്തിന് നേരെ ഒരു ചക്രം കണ്ടു. ചക്രങ്ങളുടെ കാഴ്ചയും പണിയും പുഷ്പരാഗത്തിൻ്റെ കാഴ്ച പോലെയായിരുന്നു. അവയ്ക്ക് 4നും ഒരു ഭാഷ തന്നെയായിരുന്നു. അവയുടെ കാഴ്ചയും പണിയും ചക്രത്തിൽ കൂടെ മറ്റൊരു ചക്രം ഉള്ളതുപോലെയായിരുന്നു. ചക്രത്തിൽ കൂടെ വേറെ ചക്രം, കോൺസെൻട്രിക് സർക്കിൾസ് പോലെ. അവയ്ക്ക് 4 ഭാഗത്തേക്കും പോകാം. തിരിവാൻ ആവശ്യമില്ല. എങ്ങോട്ട് പോകണമെങ്കിലും തിരിയേണ്ട ആവശ്യമില്ല.
4 ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ കഴിയും. എല്ലായിടത്തേക്കും തിരിയുന്ന ചക്രങ്ങൾ. 18-ാമത്തെ വചനത്തിൽ അവയുടെ വട്ട് പൊക്കമേറിയതും ഭയങ്കരവുമായിരുന്നു. 4ൻ്റെയും വട്ടുകൾക്ക് ചുറ്റും അടുത്തടുത്ത് കണ്ണുണ്ടായിരുന്നു. ജീവികൾ പോകുമ്പോൾ ചക്രങ്ങളും ചേരെ തന്നെ പോകും. ജീവികൾ ഭൂമിയിൽ നിന്ന് പൊങ്ങുമ്പോൾ ചക്രങ്ങളും പൊങ്ങും. ആത്മാവിന് പോകേണ്ട ഇടത്തൊക്കെയും അവ പോകും. വീണ്ടും ആവർത്തിക്കുകയാണ്, ആത്മാവിന് പോകേണ്ട ഇടത്തൊക്കെയും അവ പോകും. ജീവികളുടെ ആത്മാവ് ചക്രങ്ങളിലായിരുന്നത് കൊണ്ട് ചക്രങ്ങൾ അവയോട് കൂടെ പോകും. ജീവികളുടെ ആത്മാവ് ചക്രങ്ങളിലായിരുന്നത് കൊണ്ട് അവ പോകുമ്പോൾ ഇവയും പോകും. അവ നിൽക്കുമ്പോൾ ഇവയും നിൽക്കും. അവ ഭൂമിയിൽ നിന്ന് പൊങ്ങുമ്പോൾ ചക്രങ്ങളും അവയോടുകൂടെ പോകും. എന്തിനാണ് ഞാനിത് വായിച്ചത്? ഒറ്റ കാര്യം പറയാം. ഇതുപോലെ ആയിരിക്കണം നാം. ആത്മാവിന് പോകേണ്ട ഇടത്തേക്ക് പോവുക. മറ്റൊരു പ്രത്യേകത, ഈ ജീവികൾ വളരെ തിരക്ക് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേ എവറിത്തിങ് ഈസ് ലെഡ് ബൈ ദ സ്പിരിറ്റ്. ചക്രങ്ങളുണ്ട്. അത് കാണിക്കുന്നത് സ്പീഡ്, വളരെ സ്പീഡിൽ സഞ്ചരിക്കുകയാണ്. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, പ്രവചനാത്മാവിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, ഇനി അങ്ങോട്ട് വളരെ തിരക്ക് പിടിച്ച ശുശ്രൂഷകൾ, തിരക്ക് പിടിച്ച യാത്രകൾ ഒക്കെയും കർത്താവ് നമുക്ക് നൽകുകയാണ്. അതുകൊണ്ടാണ് സീസണിൽ ഇങ്ങനെയുള്ള വചനങ്ങൾ കർത്താവ് നമുക്ക് തരുന്നത്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, നാം പരിശുദ്ധാത്മാവ് എങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു അങ്ങോട്ട് പോകണം, നമ്മൾ പോകും. അതാണ് നമ്മുടെ തീരുമാനം. മാത്രമല്ല, വളരെ തിരക്ക് പിടിച്ച് പലതും തീർക്കാനുള്ളത്, കർത്താവിന് വേണ്ടി ചെയ്ത് തീർക്കാനുള്ളത് നമ്മൾ തീർക്കും. മറ്റൊന്ന് സ്പീഡ്. ഈ ചക്രങ്ങൾ പിടിപ്പിച്ചിരിക്കുന്ന എന്തിനു വേണ്ടി? വളരെ ത്വരിതഗതിയിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്തെടുക്കാനുണ്ട്. ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 49 മുതൽ 51 വരെയുള്ള ഭാഗം നോക്കാം. ജോൺ ചാപ്റ്റർ 1 verse 49 up to 51. Then Nathanael declared, Rabbi, you are the Son of God, you are the King of Israel. Jesus said, you believe because I told you I saw you under the fig tree. You will see greater things than that. Then he added, very truly I tell you, you will see heaven open and the angels of God ascending and descending on the Son of Man. വളരെ വിചിത്രമായ ഒരു പ്രവചന ദൂത് ആദ്യമായി കാണുന്ന നഥനയേലിനോട് യേശു കർത്താവ് പറയുകയാണ്. എപ്പോഴെങ്കിലും ഇത് പറയുമ്പോൾ ഐ ഫീൽ സംതിങ് ലൈക്ക് ഗൂസ് ബംസ്. ഐ ആം റിയലി എക്സൈറ്റഡ്. യേശു കർത്താവുമായി ഒരു വ്യക്തി കണ്ടുമുട്ടുമ്പോൾ, ഇൻ ദ ഫസ്റ്റ് എൻകൗണ്ടർ ഇറ്റ് സെൽഫ്, ജീസസ് ക്യാൻ സീ ഹിസ് ഫ്യൂച്ചർ. ശിമോൻ, ഇപ്പം നമ്മൾ പത്രോസ് എന്ന് വിളിക്കുന്ന ശിമോനെ യേശു കണ്ട ഉടനെ പറഞ്ഞു, യു ആർ സൈമൺ, but you'll become Cephas. നീ ശിമോനാ, പക്ഷെ നീ കേഫയായി മാറും. പാറ പോലെ ഉറച്ച ഒരു വ്യക്തിത്വമാക്കി ഞാൻ നിന്നെ മാറ്റാം. കേഫ എന്ന് പറഞ്ഞാൽ പാറ, അല്ലെങ്കിൽ പാറ കഷ്ണം, എ പീസ് ഓഫ് റോക്ക്. ദൈവം നിന്നെ അതുപോലെ ആക്കി മാറ്റാൻ പോവുക. സോ ഒറ്റ നോട്ടത്തിൽ ആദ്യത്തെ എൻകൗണ്ടറിൽ തന്നെ പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഹിസ് ഫ്യൂച്ചർ. യേശു കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ ദാറ്റ് ഈസ് ഹിസ് ഫ്യൂച്ചർ. ശൗൽ കുതിരപ്പുറത്തുനിന്ന് താഴെ വീഴുമ്പോൾ കർത്താവ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചില്ലേ? നിങ്ങൾ ആദ്യമായി യേശുവിലേക്ക് വന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് സംസാരിച്ചിട്ടുണ്ടോ? ഇടയ്ക്ക് വെച്ച് ചില പ്രശ്നങ്ങളിലും ഒക്കെ പെട്ട് ഒരു വല്ലാത്തൊരവസ്ഥയിലായിരിക്കാം നിങ്ങൾ. ബട്ട് അൾട്ടിമേറ്റ്ലി ദ പ്ലാൻ ഓഫ് ഗോഡ്, ദ കൗൺസിൽ ഓഫ് ഗോഡ്, ദ ബ്ലൂ പ്രിന്റ് ഓഫ് ഗോഡ് ഫോർ യുവർ ലൈഫ് ഷാൽ ബി എക്സിക്യൂട്ടഡ്. ഇറ്റ് ഷാൽ ബി ഫുൾഫിൽഡ്. ഇത് മറക്കരുത്. ഞാൻ വെറുതെ ചുമ്മാ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയല്ല. ഇഫ് ഗോഡ് ഹാസ് എ പ്ലാൻ for your life, even if the devil attacks, even if right now you are in a different shape or different position or in a different situation, the Lord, the Holy Spirit will take you to that destiny and destination. ഇത് മറക്കരുത്. ഇവിടെ നഥനയേലിനെ കണ്ടപ്പോൾ യേശു കർത്താവ് പറയുകയാണ്, അത്തിയുടെ കീഴിൽ നീ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ നീ എന്നെ വിശ്വസിച്ചെങ്കിൽ
കർത്താവ് പറയും, യു വിൽ സീ ഗ്രേറ്റർ തിങ്സ് ദാൻ ദാറ്റ്. ഇവയേക്കാൾ വലുത് നീ കാണാൻ പോകുന്നു. ചിലരോട് പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടി പറയുകയാണ്, ഇതുവരെ ജീവിതത്തിൽ കണ്ടതല്ല, വലുത്. എല്ലാവരും ഒന്ന് പറഞ്ഞ വലുത് കാണാൻ പോകുന്നു. കമൻറ്റ് സെക്ഷനിൽ ദയവായി ടൈപ്പ് ചെയ്തിടുക, ഇന്ന് വരെ ഞാൻ കണ്ടതിനേക്കാൾ വലുത് ഞാൻ കാണാൻ പോകുന്നു. പറഞ്ഞേ വിശ്വാസത്താൽ പറഞ്ഞേ, വെറും ചുമ്മാ വിശ്വാസത്താലല്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഇതുവരെ കണ്ടതിനേക്കാൾ വലുത്. ഈ മോർണിംഗ് ഗ്ലോറി കേൾക്കുന്ന ഞാനൊരു പ്രത്യേക അനോയിൻറ്റിങ്ങിൽ ഇരുന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ചുമ്മാ എൻ്റെ പൊള്ളവാക്ക് കൊണ്ട് പറയുകയല്ല. According to the word, according to the promise, and under the anointing of the Holy Spirit, I am speaking to your life. Whatever you have seen in the past is nothing compared to whatever you're going to see in your future. വലുത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. Then he added, very truly I tell you, you will see heaven open. നഥനയേലിനോട് പറയാം, നീ സ്വർഗം തുറന്നിരിക്കുന്നത് കാണും. എല്ലാവരും ഒന്ന് പറഞ്ഞ്, തുറന്ന സ്വർഗം, ഓപ്പൺ ഹെവൻ. എല്ലാവരും പറ, ഓപ്പൺ ഹെവൻ, തുറന്ന സ്വർഗം. ആൻഡ് ദി ഏഞ്ചൽസ് ഓഫ് ഗോഡ് ascending and descending on the Son of Man. The angels of God ascending and descending on the Son of Man. സ്വർഗം തുറന്നാൽ immediate result, what is that? Angelic ministry. ദൂതന്മാരുടെ ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. തുറന്ന സ്വർഗം എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ മനസ്സിലാക്കുക, ദൂതന്മാർ ഇതാ ഇറങ്ങി വരുന്നു, കയറുന്നു. എന്തോ വലിയ ചില ട്രാൻസ്പോർട്ടേഷൻ നടക്കുകയാണ്. എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോകുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, വെരി ട്രൂലി ഐ ടെൽ യു, യു വിൽ സീ ഹെവൻ ഓപ്പൺ. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നത് നീ കാണും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? പറഞ്ഞേ, സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കാണും. എന്നിട്ട് കമൻറ്റ് സെക്ഷനിലൊക്കെ ടൈപ്പ് ചെയ്തിടുക, സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കാണും. ആൻഡ് ദ ഏഞ്ചൽസ് ഓഫ് ഗോഡ് ascending and descending on the Son of Man. മാത്രമല്ല, I'm going to witness, I'm going to see, I'm going to experience angelic ministry. ദൂതന്മാരുടെ ശുശ്രൂഷ ഞാൻ അനുഭവിക്കും, കാണും, ഞാനതിന് സാക്ഷ്യം വഹിക്കും. Wow. Revelation chapter 4 verse number 1. വെളിപ്പാട് പുസ്തകം 4:1 നോക്കാം. After these things I looked, and behold a door standing open in heaven. ഇതിനുശേഷം ഞാൻ നോക്കുമ്പോൾ കാണുന്നത് സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നു. And the first voice which I heard was like a trumpet speaking with me, saying, Come up here, and I will show you things which must take place after this. ഇതിന് ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അങ്ങനെ ഒരു കാഹളനാദം പോലൊരു ശബ്ദം ഞാൻ കേട്ടു. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞു, ഈ കേരളത്തിന് ഒരു തലസ്ഥാനമുണ്ട്, തിരുവനന്തപുരമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യക്ക് ഒരു തലസ്ഥാനമുണ്ട്, ന്യൂഡൽഹിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഓരോ സംസ്ഥാനത്തിനും അല്ലെങ്കിൽ ഓരോ രാജ്യത്തിനും ഒരു ക്യാപിറ്റലുണ്ട്. ഇതുപോലെ ഹെവൻ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ദ എൻറ്റയർ യൂണിവേഴ്സ്. യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ ഈ സർവ ലോകവും അല്ലേ, യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ വിസിബിളും ഇൻവിസിബിളും ഉണ്ട്, ദൃശ്യവും അദൃശ്യവുമായ ലോകങ്ങളുണ്ട്. ദൃശ്യലോകം എന്ന് പറയുമ്പോൾ ഈ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നതും ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും കാണാൻ കഴിയുന്ന ലോകമാണ് ദൃശ്യലോകം, വിസിബിൾ വേൾഡ് അല്ലെങ്കിൽ വിസിബിൾ യൂണിവേഴ്സ്. എന്നാൽ ഇൻവിസിബിൾ യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ ഈ പദാർത്ഥ ലോകത്തിൽ തന്നെ, മെറ്റീരിയൽ വേൾഡിൽ തന്നെ പലതും ഇൻവിസിബിൾ ആണ്. ഉദാഹരണത്തിന് വായു നമ്മൾ കാണുന്നില്ല, പക്ഷെ ഉണ്ടെന്നറിയാം. ഇങ്ങനെ ഒന്ന് വീശി നോക്കിയാൽ അറിയാം, എൻ്റെ ചെവിയിൽ കാറ്റ് വരുന്നുണ്ട്. എൻ്റെ അർത്ഥം എയർ, വായുമണ്ഡലം ഉണ്ട്, പക്ഷേ ഇറ്റ്സ് നോട്ട് വിസിബിൾ. പുക പോലെ എന്തെങ്കിലും നിറമുള്ളത് വന്നാൽ കാണാൻ സാധിക്കും. അതല്ലാത്ത വായുമണ്ഡലം സീ ത്രൂ ആണ്, അത് അദൃശ്യമാണ്. എന്നാൽ ഇത് കൂടാതെ സ്പിരിറ്റ് വേൾഡ് ഇൻവിസിബിൾ വേൾഡാണ്. കാണുന്നതല്ല, കാണാത്തതാണ് സകലത്തിൻ്റെയും ആധാരം. ഇൻ അതർ വേർഡ്സ്,
spirit world is the reason for the material world. ആത്മലോകത്ത് നിന്നാണ് ഭൗതിക ലോകം പണിയപ്പെട്ട് പുറത്തു വന്നത്. ആത്മലോകത്തിൽ സൃഷ്ടാവായ ദൈവം സൃഷ്ടിച്ചപ്പോഴാണ് അതിൽ നിന്നും മെറ്റീരിയൽ വേൾഡ് അല്ലെങ്കിൽ ഫിസിക്കൽ വേൾഡ് പുറത്തേക്ക് വന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ വേൾഡ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സ്, ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് തേർഡ് ഹെവനാണ്, മൂന്നാം സ്വർഗം. ഇവിടെ യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ എന്ന് വെച്ചാൽ അവിടെ ഒരു സൺഡേ താൻ ഒറ്റയ്ക്കാണ് ഒരു ദ്വീപിൽ പണിഷ്മെൻ്റ് കിട്ടി ഒരു ദ്വീപിൽ കൊണ്ടുപോയി തന്നെ എക്സൈൽ തന്നെ നാട് കടത്തിയിരിക്കുകയാണ്. അവിടെ കിടന്നുകൊണ്ട് താൻ കാണുന്നത് എ ഡോർ സ്റ്റാൻഡിങ് ഓപ്പൺ ഇൻ ഹെവൻ, ഒരു ഡോർ സ്വർഗത്തിൽ തുറന്നിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഒരു പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു അതുവരെ ആ ഡോർ ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ടല്ലേ തുറന്നതായി പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. അതിൻ്റെ അർത്ഥം നമുക്ക് ഏവർക്കും ഒരു തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിലോ അല്ലെങ്കിൽ അടയ്ക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിലോ ജീവിക്കാൻ കഴിയും. രണ്ടും സാധ്യമാണ്. ഒന്നുകിൽ ഒരു വ്യക്തി തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിലായിരിക്കും ജീവിക്കുന്നത്, അല്ലെങ്കിൽ അടയ്ക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിലായിരിക്കും, അല്ലെങ്കിൽ പാർഷ്യലി ഓപ്പണായ സ്വർഗത്തിൻ്റെ കീഴിലാവാം. 3 സിനേറിയോസ് പോസിബിലിറ്റീസ് ഉണ്ട്. ഇനി നമ്മുടെ ദൈവത്തെ നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ വിളിക്കുന്നത്, കർത്താവ് നമ്മെ പഠിപ്പിച്ചതനുസരിച്ച് നമ്മൾ ദൈവത്തെ വിളിക്കുന്നത് ദൈവമേ എന്ന് വിളിക്കുന്നത് ജനറൽ ടേമാണ്, കർത്താവേ എന്ന് വിളിക്കുന്നത് ജനറൽ ടേമാണ്. പക്ഷെ നമ്മൾ വിളിക്കുന്നത് സ്വർഗസ്ഥനായ പിതാവേ എന്നാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഹെവൻലി ഫാദർ. കമന്റ് സെക്ഷനിൽ എല്ലാവരും ടൈപ്പ് ചെയ്തിടാമോ? ഹെവൻലി ഫാദർ. പെട്ടെന്ന് എല്ലാവരും ഹെവൻലി ഫാദർ, സ്വർഗീയ പിതാവ്. പറഞ്ഞേ, സ്വർഗീയ പിതാവ്. ചുരുക്കി പറഞ്ഞാൽ ഐ ഹാവ് എ ഫാദർ ഹു ഈസ് ഇൻ ഹെവൻ. ഹെവൻ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ദ യൂണിവേഴ്സ്. സർവലോകത്തിൻ്റെയും ക്യാപിറ്റലായിരിക്കുന്ന, തലസ്ഥാനമായിരിക്കുന്ന സ്വർഗത്തിൽ എനിക്ക് ഒരു ദൈവമുണ്ടെന്നല്ല, ദൈവമുണ്ടെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഒരു കർത്താവുണ്ടെന്നല്ല, അതും കറക്റ്റാണ്, തെറ്റല്ല. പക്ഷെ എനിക്കൊരു പിതാവുണ്ടെന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെയോ അടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ദൈവമായവൻ എൻ്റെ ഡാഡിയാണ്, എൻ്റെ ആബായാണ്, എൻ്റെ പിതാവാണെന്ന് പറയുമ്പോൾ that has a different sensation, that has a different feeling. ശരിയാണ് ഞാൻ ഈ പറയുന്നത്. So there is a personal connection. I have a personal connection with the creator of the universe. Wow! ഞാനിത് പറയുമ്പോൾ എൻ്റെ അകത്ത് വലിയൊരു സുനാമി തിരമാല പോലെ ആവേശം കൊണ്ടുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഈ സകലവും സൃഷ്ടിച്ച ദൈവം എൻ്റെ പിതാവാണ്. പഴയ നിയമത്തിൽ ദൈവത്തെ പിതാവെന്ന് വിളിച്ചിരിക്കുന്ന ഏകദേശം 20ഓളം സന്ദർഭങ്ങളുണ്ട്. പക്ഷേ 20 സന്ദർഭത്തിലും ദൈവത്തെ പിതാവെന്ന് വിളിച്ചിരിക്കുന്നത് രാഷ്ട്രത്തിൻ്റെ പിതാവായിട്ടാണ്, ഇസ്രായേൽ ജനതയുടെ പിതാവായിട്ടാണ്. ഈ ഇൻഡിവിജ്വലായിട്ട് എങ്ങും പറഞ്ഞിട്ടില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു നമ്മെ പേഴ്സണലി അവനെ പിതാവ് എന്ന് വിളിക്കുവാൻ നമ്മോട് കൽപ്പിച്ചു. അതുകൊണ്ട് സിസ്റ്റം മാറി, രീതികൾ മാറി, ഉടമ്പടി മാറി. നമ്മളിന്ന് ഫാദർ സൺ റിലേഷൻഷിപ്പിലാണ്, അല്ലെങ്കിൽ ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പിലാണ്. എനിക്ക് ഒത്തിരി പറയണമെന്നുണ്ട്, പക്ഷേ ഇന്നത്തെ എൻ്റെ സമയം തീർന്നു. നാളെ ഞാൻ കണ്ടിന്യൂ ചെയ്യും. ഐ എം റിയലി എക്സൈറ്റഡ്. കാരണം ഈ തുറക്കപ്പെട്ട സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ആ തുറന്ന സ്വർഗത്തിൻ്റെ അനുഭവം വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ തുറക്കപ്പെട്ട സ്വർഗമുണ്ട്, നിങ്ങളുടെ യാത്രകളിൽ തുറക്കപ്പെട്ട സ്വർഗമുണ്ട്, നിങ്ങളുടെ ശുശ്രൂഷയിൽ തുറക്കപ്പെട്ട സ്വർഗമുണ്ടായിരിക്കും. സഭകളോട് ഞാൻ പറയുന്നു, ദൈവഭൃത്യന്മാരോട് ഞാൻ പറയുന്നു, ശുശ്രൂഷക്കാരന്മാരോടും ശുശ്രൂഷക്കാരികളോടും ഞാൻ പറയുന്നു, തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിൽ ഈ സീസൺ മുതൽ അങ്ങനെ ജീവിക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെ കർത്താവ് തൻ്റെ വലിയ കൃപയും പ്രസാദവർഷവും നമ്മുടെ മേൽ അയച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ്
ഓപ്പൺ ഹെവനെ കുറിച്ചുള്ള ഈ ഒരു സീരീസ് ദയവായി നിങ്ങൾ നിങ്ങളുടേതാക്കി വെച്ചുകൊണ്ടിരിക്കാതെ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റേറ്റസിലൊക്കെ ഇതിൻ്റെ ലിങ്ക് എടുത്തൊന്നിടുക. കൂടാതെ ഇതിൻ്റെ വീഡിയോ ലിങ്കുകളെടുത്ത് ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക. അവർ ഈ അനുഭവത്തിലേക്ക് വരട്ടെ. നമ്മളൊക്കെ എത്ര നാൾ ജീവിക്കും? എന്നാൽ എത്ര പേർക്ക് ഇത് കൊടുക്കാം, അത്രയും പേർക്ക് കൊടുക്കാൻ നമുക്ക് ശ്രമിക്കാം. കർത്താവെ, ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കഴുത്തിന് വേദനയുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. കാരണം കഴുത്തിങ്ങനെ ഫുള്ള് തിരിക്കാൻ കഴിയുന്നില്ല, ഒരു പ്രത്യേക ലെവൽ വരെ തിരിക്കാൻ പറ്റുന്നുള്ള പെയിനുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നീര് വറ്റിപ്പോകട്ടെ. ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. ഉറങ്ങാൻ കഴിയാത്ത ചിലരെ കർത്താവ് തൊടുന്നു. ഇൻ ജീസസ് നെയിം. ദുസ്വപ്നങ്ങൾ മാറിപ്പോകട്ടെ. ഈ വായ്ക്കകത്തുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഉമിനീർ ഗ്രന്ഥിയിൽ വരെയുള്ള പ്രയാസങ്ങൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. അതുപോലെ തലയിലുള്ള ചില രോഗങ്ങൾ കർത്താവ് സൗഖ്യമാക്കുന്നു. കൈകൾ നീട്ടിപ്പിടിച്ചാൽ ഈ ജനങ്ങളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. God bless you all. See you tomorrow. Bye-bye.